ഇത് ആരെന്ന് ഹോഡോക്ക് തിരിഞ്ഞു നോക്കിയപ്പോ ഒരു പെൺകുട്ടിയായിരുന്നു. അതാരുമല്ല, നമ്മുടെ ഹീനയാണ്. നിങ്ങൾ എന്തിനാ ഇതൊക്കെ വയ്ക്കുന്നതിന്റെ കാശില്ല എന്നവൻ പറയുകയാണ്. അതൊന്നും കുഴപ്പമില്ല, നീ 3 ദിവസമായിട്ട് ഇങ്ങോട്ട് വരുന്നത് ഞാൻ കാണുന്നുണ്ട്. നീ ഓരോ ദിവസം വരുമ്പോഴും ചിലപ്പോൾ കോഫി മാത്രമേ കുടിക്കുള്ളൂ, ചിലപ്പോൾ അതൊന്നും കുടിക്കുന്നുമില്ല. സോ അപ്പോഴെനിക്ക് മനസ്സിലായി എന്റെ കൈ കാശ് കാണില്ല എന്ന്. സോ അതുകൊണ്ടാണ് ഇന്നൊരു ദിവസം നീ വൃത്തി ആഹാരം കഴിക്കാൻ വേണ്ടി എനിക്ക് ഈ ഫുഡ് കൊണ്ട് വയ്ക്കുന്നതെന്ന് പറഞ്ഞ് അവൾ പറയുകയാണ്. എന്നിട്ട് ക്യൂട്ടായിട്ടൊരു റിയാക്ഷൻ കൊടുക്കുകയാണ്. അവസാനം അവൻ ഫുഡ് വേണ്ടെന്നും പറയാൻ പറ്റുന്നില്ല, അവൻ അത്ര വിശന്നിരിക്കുകയാണ്. സോ അങ്ങനെ അവൻ ഫുഡ് കഴിക്കുകയാണ്. വിശന്നിരുന്ന ഒരു ആഹാരം കിട്ടുമ്പോൾ അതിന് രുചി വേറെയാണ്. സോ അവൻ ആ ബർഗർ അവൻ എന്നും കഴിക്കുന്നതിനേക്കാളും രുചിച്ചവൻ കഴിക്കുകയാണ് ആ ബർഗർ. സോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസമായിട്ട് അവൻ ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് തിരിച്ചിറങ്ങുകയാണ്. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാവുന്നത്, അവൻ എവിടെ പോയാലും അവന് ജോലി കിട്ടില്ല, ബിക്കോസ് അവനൊരു മൈനറാണ്. സോ അവനൊരു ജോലി കിട്ടില്ല. അപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ച് തന്നത്, എനിക്ക് എന്റെ കയ്യിൽ ഒരു വിസിറ്റിംഗ് കാർഡ് ഉണ്ടല്ലോ, കേസൊക്കെ തന്നൊരു വിസിറ്റിംഗ് കാർഡ് ഉണ്ടല്ലോ, ആ സ്ഥലത്തേക്ക് നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവ അഡ്രസ്സിലോട്ട് ഒരു ബസ് കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൻ ബസ് ഇരുന്ന സമയത്താണ് പുറകിലൊരു കപ്പിൾസ് ആണെന്ന് തോന്നുന്നു, ഒരു ബോയും ഒരു ഗേളും കൂടുതൽ സംസാരിക്കാനാണെന്നത്. ഇത് അവനെ അത്ര ഇഷ്ടപ്പെടുന്നതല്ല ഇൻ ദ സെൻസ് ഓഫ് എന്താണ് ഈഗോ അല്ലെങ്കിൽ ഒരു ജലസ് എന്നൊക്കെ പറയില്ലേ. സോ അത് വന്നോണ്ടിരിക്കുകയാണ് അവന്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയൊക്കെ കേസക്കിയുടെ അഡ്രസ്സിലോട്ട് വരികയാണ്. അപ്പൊ വന്നപ്പോ തന്നെ ഒരു പെൺകുട്ടിയോട് ഉണ്ടായിരുന്നു. സോ അവൻ അങ്ങനെ പെൺകുട്ടിയോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ഒരാളെ കാണാൻ വന്നിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, കാണാൻ ഒരുമാതിരി ഭ്രാന്തനെ പോലെ തോന്നും, ഭയങ്കര ഗാംഭീര്യമുള്ള സൗണ്ടാണ് എന്നൊക്കെ അവൻ പറയുകയാണ്. സോ നീ എന്റെ അങ്കിളിനെ കാണാൻ വന്നതാണെന്ന് ചോദിച്ചു. സോ കേസക്കി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അങ്കിളായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് കേസക്കി എന്നാണെന്ന് അവൾ പറയുകയാണ്. പിന്നെ എന്റെ പേര് നട്സുമി എന്നാണെന്ന് കൂടെ അവൾ പറയുകയാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കേസക്കി തന്നെ അങ്ങോട്ട് വരികയാണ്. അങ്ങനെ കേസക്കിയുടെ അടുത്താണ് ഉള്ള കാര്യങ്ങളെല്ലാം തുറന്ന് പറയുകയാണ്, ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും. നീ ഒന്നും വിഷമിക്കേണ്ട മോനെ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, നീ ഇവിടെ താമസിക്കുക എന്നൊക്കെ പറയുകയാണ് നമ്മുടെ കേസക്കി. അവസാനം നമ്മുടെ ഹോഡോക്കയും അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുകയാണ്. കേസക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മാഗസിൻ പബ്ലിഷർ കമ്പനി ഉണ്ടല്ലോ, വെച്ചിരിക്കുന്ന ആളാണ്. ഒരു ചെറിയ കമ്പനിയാണത്. അതിൽ ഹോഡോക്കയും ജോലിക്ക് ചേർക്കുകയാണ്. അവന്റെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ, ഈ ജപ്പാനിൽ തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, 24 മണിക്കൂറും തീരാത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവിടെയുള്ള ആളുകളുടെ ഒരു വിചാരം എന്താണെന്ന് പറഞ്ഞാൽ, ആ മഴ എങ്ങനെ തോരണം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുണ്ട്, ശേഷാങ് എന്നുള്ള പെൺകുട്ടിയുണ്ട്. ശേഷാങ് എന്ന് പറഞ്ഞാൽ സൂര്യദേവത. സോ അതുപോലുള്ള ശക്തിയുള്ള പെൺകുട്ടികൾ, സൂര്യദേവതയുടെ ശക്തിയുള്ള പെൺകുട്ടികൾ ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട്. അവളൊന്ന് ഇരുന്ന് പ്രാർത്ഥിച്ച ഈ മഴയെല്ലാം തിരിച്ചു പോയിട്ട് തിരിച്ച് സൂര്യപ്രകാശം കൊണ്ട് ഒരാളെ കൊണ്ട് സാധിക്കുമെന്ന് കേസക്കി പറയുകയാണ്. ഇങ്ങനൊരു മിത്ത് ജപ്പാനിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിനെക്കുറിച്ചാണ് നീ ഇൻവെസ്റ്റിഗേഷനും ചെക്ക് ചെയ്യാനുള്ളത് പറയുകയാണ്. ഇതാണ് നിന്റെ ജോലി എന്ന് കേസക്കി ഹോഡോക്കയോട് പറയുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നത് എന്നെ ഈ രണ്ടുപേരും കൂടെ ഷാൻഷിങ് എന്ന് പറഞ്ഞ സൂര്യദേവത എന്ന് പറഞ്ഞ പെണ്ണിനെ കുറിച്ച് ഒരുപാട് പേരെടുത്ത് ചോദിക്കുകയും അതിനുള്ള അറിവുകളൊക്കെ തേടിയെടുക്കുകയാണ്. ഹോഡോക്ക അങ്ങനെ കിട്ടുന്ന ന്യൂസ് എല്ലാം ശേഖരിച്ചു വയ്ക്കുകയാണ്. അവിടെയുള്ള ഏകദേശം എല്ലാ ജോലിയും അവൻ തന്നെ ചെയ്യുന്നത്. വേസ്റ്റ് എടുത്ത് കളയുന്നതും, പിന്നെ ടോയ്ലറ്റ് കഴുകുന്നതും, ഫോൺ കൊടുക്കുന്നതും, തുണിയെല്ലാം കഴുകുന്നതും എല്ലാം അവൻ തന്നെ ചെയ്യുന്നത് അവിടെ. പക്ഷെ അവൻ സന്തോഷവാനുമാണ്, കാരണം അവനൊരു ജോലി കിട്ടിയെന്നുള്ള സന്തോഷം. ഇടയ്ക്കിടയ്ക്ക് കേസക്കിയുടെ കൂടെ അവൻ വെളിയിൽ കറങ്ങാനൊക്കെ പോകും.